പലപ്പോഴും സിനിമാ മേഖലയിൽ ചർച്ചാവിഷയമായിട്ടുള്ള കാര്യമാണ് അഭിനേതാക്കളുടെ പ്രതിഫലം, പ്രത്യേകിച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. ഇടക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും നടന്നിരുന്നു. ഇപ്പോഴിതാ നടീനടന്മാരുടെ പ്രതിഫലം നിർമ്മാതാക്കൾക്ക് വലിയ തലവേദനയാകുന്നുണ്ടെന്ന് പറയുകയാണ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു. പ്രതിഫലത്തിൽ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. 2010 സാറ്റലൈറ്റ് ബൂം വന്നു. അതിനു മുൻപ് വളരെ നോർമലായിട്ടുള്ള ശമ്പളമായിരുന്നു കേരളത്തിലെ അഭിനേതാക്കൾ വാങ്ങിയിരുന്നത്. സാറ്റലൈറ്റ് ബൂം വരുമ്പോൾ റവന്യൂ സ്ട്രീം വരികയാണ്. അപ്പോൾ എനിക്ക് ഇത്ര റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നടീനടന്മാർ പ്രതിഫലം കൂട്ടി. സാറ്റലൈറ്റ് ബൂം കഴിഞ്ഞപ്പോൾ OTT വന്നു. അതുകൂടി ആയപ്പോൾ വേറൊരു സ്ട്രീം വരുന്നു. പിന്നെ ബോക്സ് ഓഫീസ്. എനിക്ക് ഇത്രയും സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ശമ്പളം ഉയർത്തുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടും കൈവിട്ടു. ഈ ഉയർന്ന ശമ്പളം അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ OTTയും സാറ്റലൈറ്റും ചവിട്ടി. അത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിജയ് ബാബു പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു നടൻ. മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും വിജയ് ബാബു സംസാരിച്ചു. ഇനി സംഭവിക്കാൻ പോകുന്നത് മീഡിയം സ്മോൾ സൈസ് സിനിമകൾ ഉണ്ടാകില്ല. മലയാളത്തിൻ്റെ ഐഡന്റിറ്റി ആയിരുന്നു നല്ല കഥകളും മീഡിയം സൈസിലുള്ള സിനിമകളും. ആ ഐഡന്റിറ്റി പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ സിനിമകളോട് നമ്മൾ മത്സരിക്കും. തമിഴിലും തെലുങ്കിലും പണ്ടുണ്ടായിരുന്ന തട്ടുപൊളിപ്പൻ മാസ് മസാല പടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പടങ്ങൾക്ക് ഉള്ള തിയേറ്ററേ ഉണ്ടാകൂ. മുൻപ് വിജയ്, അജിത്, രജനി സാർ, അല്ലു അർജുൻ പടങ്ങളൊക്കെയാണ് മലയാള സിനിമ പോലെ റിലീസ് നടന്നുകൊണ്ടിരുന്നത്. ബാഹുബലിക്ക് ശേഷം അതല്ല. ഈ ക്രിസ്മസിന് ഒരൊറ്റ മലയാളം പടം മാത്രമാണ് റിലീസ് ചെയ്തത്. മഴയും നോയമ്പും സ്കൂൾ ഓപ്പണിങ്ങും ഒക്കെ കഴിഞ്ഞ് കിട്ടുന്നത് ഒരു 38 ആഴ്ചയാണ്. ഈ 38 ആഴ്ചയിൽ പണ്ട് അജിത്, വിജയ് പടങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 32 ഈ ആഴ്ചയിൽ വേണം 200 പടങ്ങൾ ഇറക്കുവാൻ. കഴിഞ്ഞ വർഷം ഇറങ്ങിയത് 225. പാൻ സൗത്ത്, പാൻ ഇന്ത്യൻ പടങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കഴിയുമ്പോൾ മലയാള സിനിമയ്ക്ക് കിട്ടുന്നത് 25 ആഴ്ചയാണ്. ഒരാഴ്ച 10 സിനിമകളൊക്കെയാണ് വരുന്നത്. കോവിഡിന് മുമ്പ് ഷൂട്ട് ചെയ്ത പടങ്ങൾ വരെ ഇപ്പോഴും റിലീസ് ചെയ്യാനുണ്ട്. ഇത് ഇറങ്ങി തീരണ്ടേ? കഴിഞ്ഞ വർഷം ഇറങ്ങിയ നിർമ്മാണ ചെലവിൻ്റെ 10% പോലും 70% സിനിമകളും നേടിയിട്ടില്ല. നമുക്ക് 20 കൊമേഴ്ഷ്യൽ ഹീറോയിൻസ് ഉണ്ട്. ഇവർ ഒരു വർഷത്തിൽ 4 പടം വെച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ തന്നെ 80 ആയോ എന്നാണ് വിജയ് ബാബു പറഞ്ഞത്.